കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീർത്ത ദുരിതപ്പെയ്ത്ത് ഇപ്പോഴും തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ചുങ്കം ഭാഗത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഒരു റോഡാണ്. ഇപ്പോൾ തോടിന് സമാനമായ സാഹചര്യമാണ്. അവിടെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളെല്ലാം വെള്ളം കയറിയ സ്ഥിതിയാണ്. ഇപ്പോൾ ആ വീടുകളിലെ ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പല വീടുകളിൽ നിന്ന് ആൾക്കാർ ഇവിടുന്ന് പോയി തുടങ്ങി. പല വീടുകളിലും ഇന്നലത്തെ കാലം വെള്ളം കൂടുതലാണ്. ഇന്നും മൂടലാണ്. അതുകൊണ്ട് ഇനി വെള്ളം കൂടാനാണ് ഞാൻ സാധ്യത കാണുന്നത്. നിലവിൽ നമ്മൾ ഇന്നലത്തെക്കാട്ടിലും വെള്ളം കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? ഇന്നലത്തെക്കാലം ഒരടിക്ക് വെള്ളം കൂടിയിട്ടുണ്ട് ഇന്നലത്തെ കാലം. കാരണം ഇന്ന് രാത്രി മഴയുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയും മഴയുണ്ടാകും. ഉച്ച കഴിഞ്ഞാൽ ചെറിയ തെളിച്ചം കിട്ടി. ഇന്ന് തെളിച്ചം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ രാവിലെ മൂടലാണ്. അതുകൊണ്ട് വെള്ളം കുറയുമെന്ന് സാധ്യത കാണുന്നില്ല. മഴ തുടർന്നാൽ വീണ്ടും ജലനിരപ്പ് ഉയരും. ഇവിടുന്ന് മാറിപ്പോകേണ്ടി വരും. വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങി. അതിനും മാറിക്കഴിഞ്ഞോ? ഇന്നലെ കുറേ പേര് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. എങ്ങോട്ട് പോവാണ്? ഞങ്ങൾ ജോലിക്ക് പോവാൻ സാധനം എത്തിക്കുക. എന്തായാലും ഇപ്പോൾ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വീണ്ടും ഈ പ്രദേശങ്ങളിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിൽ നിന്നും ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വെള്ളക്കെട്ടുകൾ ഇവിടെ അതിരൂക്ഷമാണ്. പല വീടുകളിലെയും സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചതിന് ശേഷമാണ് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അതായത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ രൂക്ഷമായ സ്ഥിതിയാണ് അവിടെ ആ ഉള്ളിൽ ചെന്നാൽ കാണാൻ കഴിയുക. കാരണം പല വീടുകളുടെയും പാതി മുങ്ങിയ അവസ്ഥയിലാണ്. കാരണം വരും മണിക്കൂറിൽ മഴ മാറി നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ജലനിരപ്പിന് അല്പം കുറവുണ്ടാവുകയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ മലയോര മേഖലയിലുണ്ടായ അതിശക്തമായ മഴയുടെ ദുരിതത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ്. ഈ നിലവിൽ ഇപ്പോഴും നേരിയ തോതിലുള്ള മഴയുണ്ട്. ഈ മഴ മാറിയെങ്കിൽ മാത്രമേ ഈ ദുരിതത്തിന് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ.